ഇന്ന് ലെസൺ 7 ഇംഗ്ലീഷ് പഠിക്കാനും സംസാരിക്കാനും നിങ്ങൾ റെഡിയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോലിയെ കുറിച്ച് ഇംഗ്ലീഷിൽ പറയാനാണ് പഠിച്ചത് അല്ലെ. അപ്പോൾ ജോലി എന്താണ്, ജോലി എവിടെയാണ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാനുള്ള പാറ്റേൺസ് നമ്മളന്ന് കണ്ടിരുന്നു. ഇന്നും നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നോക്കുകയാണ്. അതായത് നമ്മളൊരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര നാൾ കൂടുമ്പോഴാണ് ചെയ്യുന്നതെന്നൊക്കെ എങ്ങനെ പറയുന്നത് നോക്കാം. സാധാരണ നിങ്ങൾ ബസ്സിനാണ് ജോലിക്ക് പോകുന്നതെന്ന് ഇരിക്കട്ടെ, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ കണ്ടല്ലോ, ഇതാണ് എനിക്ക് പറയേണ്ടത്. ഞാൻ ബസ്സിനാണ് ജോലിക്ക് പോകുന്നത്, അതായത് പോകാറുള്ളത് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം അറിയാവുന്നത് വെച്ച് പറഞ്ഞു തുടങ്ങാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന കാര്യം പറയുന്നേ? ഞാൻ ജോലി ചെയ്യുന്നതെന്നല്ല, ജോലിക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. പോകുന്നത്, ഇപ്പൊ പോവുക എന്നുള്ളതിന് ഗോ എന്നല്ലേ പറയാ. അപ്പൊ ഐ ഗോ. എവിടെ പോകുന്നത്? ജോലിക്ക്. അതിന് നമ്മൾ ടു വർക്ക് എന്ന് പറയും. ഐ ഗോ ടു വർക്ക്. അത്രയും കിട്ടിയില്ലേ? എങ്ങനെ പോകാറുള്ളത്? ബസ്സിനാണ്. ബസ്സിൽ എന്നല്ല പറഞ്ഞേ, ബസ്സിനാണ്. അപ്പൊ പോകുന്ന രീതിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അതിന് നമ്മൾ ബൈ എന്നൊരു വാക്ക് അവിടെ ചേർക്കണം. എന്ത് കിട്ടും? ബൈ ബസ് കൂടെ അവിടെ വരും. ഐ ഗോ ടു വർക്ക് ബൈ ബസ്. മനസ്സിലായോ സെന്റൻസ് എങ്ങനെ കിട്ടിയെന്ന്? ഐ ഗോ ടു വർക്ക് ബൈ ബസ്. പക്ഷെ അടുത്ത സെന്റൻസ് നോക്കൂ. രവി കാറിനാണ് ജോലിക്ക് പോകുന്നത്. അപ്പൊ മുൻപ് നമ്മൾ എന്നെ കുറിച്ചാ പറഞ്ഞേ, ഐ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഐ ഗോ ടു വർക്ക് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ രവിയെ കുറിച്ചാ പറയുന്നത്. രവി ഒരാള് അല്ലെ. ഇവിടെ എന്ത് പറയും? രവി ഗോസ് ടു വർക്ക്. ഗോസ്. രവി ഗോ അല്ല, രവി ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഗോവിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കണം. പക്ഷെ അവിടെ ഒരു സ്പെല്ലിങ്ങിന് വ്യത്യാസം വന്നു. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, GO കഴിഞ്ഞിട്ട് ഈ കൂടെ ചേർത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓയിൽ അവസാനിക്കുന്ന തരം വേർബ് അതിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കുമ്പോൾ ഈ കൂടെ വരും. അപ്പൊ രവി ഗോസ് ടു വർക്ക്. എങ്ങനെയാ പോകുന്നേ? കാറിനാണ് പോകുന്നത്. അപ്പൊ ബൈ കാർ. മുൻപ് നമ്മൾ ബസ്സിനാണെന്ന് പറയാൻ ബൈ ബസ്, ഇവിടെ ബൈ കാർ. രവി ഗോസ് ടു വർക്ക് ബൈ കാർ. ഇനി ഇത് നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് പറഞ്ഞു നോക്കൂ. എന്റെ മക്കള് ബസ്സിനാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ മുൻപ് കണ്ട അതേ പാറ്റേൺ ആണ്. കുറച്ച് വ്യത്യാസം വന്നിട്ട് ഇവിടെ എന്റെ മക്കൾ എന്ന് പറഞ്ഞു. എന്റെ മക്കൾ, അതിനെന്ത് പറയും? മൈ ചിൽഡ്രൻ എന്ന് പറയാം, അല്ലെങ്കിൽ മൈ കിഡ്സ് എന്ന് പറയാം. മൈ കിഡ്സ്. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, പോകുന്നത് എന്നാണ് പറയേണ്ടത്, പക്ഷെ മൈ കിഡ്സ്. ഒന്നിലധികം ആളുകൾ ഉണ്ടല്ലോ അവിടെ അല്ലെ. മൈ കിഡ് എന്നല്ല പറഞ്ഞേ, മൈ കിഡ്സ്. അപ്പോ മൈ കിഡ്സ് ഗോ ടു സ്കൂൾ. സ്കൂളിലല്ലേ പോകുന്നേ. മൈ കിഡ്സ് ഗോ ടു സ്കൂൾ. എങ്ങനെയാ? ബസ്സിനാണ് പോകുന്നത്, ബൈ ബസ്. മൈ കിഡ്സ് ഗോ ടു സ്കൂൾ ബൈ ബസ്. ഇനി അടുത്ത ഒന്ന് നോക്കൂ. എന്റെ മകൾ സൈക്കിളിനാണ് സ്കൂളിൽ പോകാറുള്ളത്. എന്റെ മകൾ എന്താ പറയാ? മൈ ഡോട്ടർ. മകൾ എന്നുള്ളതിനാണ് നമ്മൾ ഡോട്ടർ എന്ന് പറയുന്നത്. മൈ ഡോട്ടർ ഗോസ് ടു സ്കൂൾ. മൈ ഡോട്ടർ ഒരാളല്ലേ ഉള്ളൂ, മകളല്ലേ. അപ്പൊ ഗോസ് ടു സ്കൂൾ. എങ്ങനെയാ പോകുന്നേ? സൈക്കിളിനാണ്. അവിടെ നമ്മൾ ബൈ സൈക്കിൾ എന്ന് പറയാം. ഓക്കെ. അല്ലെങ്കിൽ സൈക്കിൾ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ബൈസിക്കിൾ എന്ന് പറയും. സൈക്കിൾ അല്ലെങ്കിൽ ബൈസിക്കിൾ രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നില്ലെങ്കിൽ പറയാം മൈ ഡോട്ടർ ഗോസ് ടു സ്കൂൾ ബൈ സൈക്കിൾ, അല്ലെങ്കിൽ ബൈ ബൈസിക്കിൾ എന്നും പറയാം. അപ്പൊ ഈ ബൈസിക്കിളിന് എഴുതിയത് കണ്ടല്ലോ, അവിടെ ബൈസൈക്കിൾ എന്ന് പറയില്ല കേട്ടോ, സൈക്കിൾ അല്ലെങ്കിൽ ബൈസിക്കിൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. ബസ്സിനാണ് പോകുന്നതെന്ന് പറയാൻ ബൈ ബസ്, കാറിനാണെങ്കിൽ ബൈ കാർ, ട്രെയിനിനാണെങ്കിൽ ബൈ ട്രെയിൻ, സൈക്കിളിനാണെങ്കിൽ ബൈ സൈക്കിൾ അല്ലെങ്കിൽ ബൈ ബൈസിക്കിൾ. ഇത്രയും മനസ്സിലായില്ലേ? ഇനി അടുത്ത ഒന്ന് നോക്കൂ. എന്റെ മകൻ നടന്നാണ് സ്കൂളിൽ പോകുന്നത്. ഇവിടെ പോകുന്ന രീതി വ്യത്യാസം വന്നല്ലേ. സ്വന്തം കാലിലാണ്, നടന്നാണ് പോകുന്നത്. എന്താ പറയാ? മൈ സൺ ഗോസ് ടു സ്കൂൾ. അത്ര നിങ്ങൾക്ക് അറിയാലോ. മൈ സൺ ഗോസ് ടു സ്കൂൾ. നടന്നെന്നുള്ളതിന് ഓൺ ഫുട്ട് എന്ന് പറയും. അതായത് നമ്മള് പാദം വെച്ച് നടന്നാണ് പോകുന്നതെന്ന്, അതിനാണ് ഓൺ ഫുട്ട് എന്ന് പറയുന്നത്. അവിടെ ചിലരെങ്കിലും ബൈ വാക്കിംഗ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ബൈ വാക്കിംഗ് എന്ന് പറയണ്ട, ഓൺ ഫുട്ട് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇവിടെ എന്താ വന്നത്? മൈ സൺ ഗോസ് ടു സ്കൂൾ ഓൺ ഫുട്ട്. അല്ലെങ്കിൽ വെറുതെ മൈ സൺ വാക്സ് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി, നടന്നാണ് പോകുന്നതെന്ന്. മനസ്സിലായോ? മൈ സൺ വാക്സ് ടു സ്കൂൾ. അവിടെ വാക്ക് എന്ന് പറയുന്നത് നടക്കുക എന്ന് പറയുന്ന വേർബ് ആയിട്ടാണ്.
ആദ്യം നമ്മൾ പറഞ്ഞത് മൈ സൺ ഗോസ് ടു സ്കൂൾ ഓൺ ഫുട്ട്. നടന്നു പോവുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഓൺ ഫുട്ട്, അല്ലെങ്കിൽ മൈ സൺ വാക്സ് ടു സ്കൂൾ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഒരു വാഹനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ബൈ എന്ന് യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ നടന്നാണ് പോകുന്നതെങ്കിൽ ഓൺ ഫുട്ട് എന്നാണ് പറയുക, ബൈ ഫുട്ട് എന്ന് പറയില്ല. നമ്മൾ നേരത്തെ കണ്ട ഈ സെന്റൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, രവി കാറിനാണ് ജോലിക്ക് പോകുന്നത്. നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? രവി ഗോസ് ടു വർക്ക് ബൈ കാർ, അങ്ങനെയല്ലേ പറഞ്ഞത്. പക്ഷെ അയാൾ എന്നും കാർ ഓടിച്ചാണ് ജോലിക്ക് പോകുന്നത് എന്ന് എങ്ങനെ പറയും? രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? കാറിനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ഡ്രൈവ് ചെയ്യണം എന്നില്ല, വേറൊരാള് ഡ്രൈവ് ചെയ്ത് അയാളെ കൊണ്ട് ആക്കാനും മതിയല്ലോ. പക്ഷെ ഇവിടെ അയാൾ സ്വയം ഡ്രൈവ് ചെയ്താണ് പോകുന്നത് എന്നുള്ളൊരു അർത്ഥം കിട്ടണം. അവിടെ നമ്മൾ പറയുക ഹി ഡ്രൈവ്സ് ടു വർക്ക് എവറി ഡേ എന്നാണ്. മനസ്സിലായോ? ഹി ഡ്രൈവ്സ് ടു വർക്ക്, അയാള് വണ്ടി ഓടിച്ചാണ് ജോലിക്ക് പോകുന്നതെന്ന്. ഹി ഡ്രൈവ്സ് ടു വർക്ക് എവറി ഡേ എന്നും, അതാണ് എവറി ഡേ. പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഹി ഡ്രൈവ്സ് ടു വർക്ക് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ വർക്ക് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ജോലി ചെയ്യാനെന്ന അർത്ഥത്തിലല്ല, ജോലിക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഹി ഡ്രൈവ്സ് ടു വർക്ക് എന്ന് പറയുന്നത്. ടു ഓഫീസ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ നമ്മൾ ടു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജോലി സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ എങ്ങനെയാണ് പോവുക എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഒരു പാറ്റേൺ ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? ഇതേപോലെ നമ്മൾ എന്നും ചെയ്യുന്ന ചില കാര്യങ്ങൾ എപ്പോഴാണ്, അതായത് എത്ര മണിക്കാണ് ചെയ്യുന്നതെന്ന് എങ്ങനെ പറയുന്നത് നോക്കാം. ഇപ്പൊ ഈ സെന്റൻസ് നോക്കൂ, ഞാൻ 6 മണിക്കാണ് ഉണരാറ്, അതായത് ഉണരാറുള്ളത് എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ ഈ ഉണരുക എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉറങ്ങുന്ന ഒരാള് കണ്ണ് തുറക്കുന്നതിനാണ് ഇവിടെ നമ്മൾ ഉണരുക എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ കിടക്ക വിട്ട് എഴുന്നേൽക്കണം എന്നില്ല, കണ്ണ് തുറന്ന് ഉണരുന്നു, അത്രേ ഉള്ളൂ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വേക്ക് അപ്പ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ വേക്ക് എന്ന് മാത്രം പറയാം. പക്ഷെ സാധാരണ നമ്മൾ ഈ ഉണരുക എന്നുള്ളതിന് വേക്കപ്പ് എന്ന് തന്നെ പറയും. അപ്പൊ ഇവിടെ എന്ത് പറയും? ഞാൻ ഉണരുന്നത്, ഐ വേക്ക് അപ്പ്. എത്ര മണിക്കാന്ന് പറഞ്ഞേ? 6 മണിക്ക്. കൃത്യം സമയം പറഞ്ഞിട്ടുണ്ടല്ലേ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ അറ്റ് എന്നത് യൂസ് ചെയ്യും. അപ്പോ ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock എന്ന് പറയും. 6 മണിക്കാണ് നമ്മൾ 6 o'clock എന്ന് പറയുന്നത്. അവിടെ ഈ ഓ എന്ന് എഴുതിയെങ്കിലും 6 o'clock എന്ന് പറയണ്ട, 6 o'clock അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ സാധാരണ നമ്മളിങ്ങനെ ഈ 6 o'clock എന്നൊന്നും പറയണ്ട, 6 എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോ ഐ വേക്ക് അപ്പ് അറ്റ് 6. മനസ്സിലായല്ലോ? ഐ വേക്ക് അപ്പ് അറ്റ് 6. കൃത്യം സമയം പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷിൽ അറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 7 മണി എന്ന് പറയണമെങ്കിൽ അറ്റ് 7, 8 അറ്റ് 8. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കൂ. ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ ഉണർന്ന് എഴുന്നേൽക്കുന്നത് 6:30-നാണ്, അതായത് 6:30-ക്കാണെന്ന്. അതെങ്ങനെ പറയും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പക്ഷേ എന്നുള്ളതിന് എന്താ പറയും ഇംഗ്ലീഷില്? ബട്ട്. അപ്പൊ എന്ത് പറയും? ബട്ട്. ഉണർന്ന് എഴുന്നേൽക്കുക, കട്ടിലിൽ നിന്ന് അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് അല്ലെ, അവിടെ നമ്മൾ ഗെറ്റ് അപ്പ് എന്ന് പറയും. ആദ്യത്തത് വേക്ക് അപ്പ്, ഉണരുക. ഇത് ഉണർന്ന് കിടക്ക വിട്ട് എണീക്കുന്നതിന് ഗെറ്റ് അപ്പ് എന്ന് പറയും. ഇവിടെ എന്താ പറയാ? ബട്ട് ഐ ഗെറ്റ് അപ്പ്. എത്ര മണിക്കാ? 6:30, 6:30ക്ക്. അറ്റ് 6:30. സെന്റൻസ് കിട്ടിയോ? ബട്ട് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6:30. അപ്പൊ ശരിക്കും ഞാൻ 6-ന് ഉണരും, പക്ഷെ ഉണർന്ന് എഴുന്നേൽക്കുന്നത് 6:30ക്ക്. ഐ വേക്ക് അപ്പ് അറ്റ് 6 ബട്ട് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6:30. ഇനി അടുത്ത സെന്റൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന കേട്ടോ, നിങ്ങൾ ശ്രമിക്കണേ. അമ്മ രാവിലെ 5 മണിക്കാണ് ഉണർന്ന് എഴുന്നേൽക്കാറുള്ളത്. എന്ത് പറയും? അമ്മ എന്നാണ് പറഞ്ഞത് മലയാളത്തില്, പക്ഷെ നമ്മളത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വെറുതെ മദർ എന്ന് മാത്രമല്ല പറഞ്ഞു തുടങ്ങുക. എന്റെ അമ്മയെ കുറിച്ചായിരിക്കുമല്ലോ ഞാൻ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ അമ്മ എന്നുള്ള അർത്ഥത്തില് മൈ മദർ എന്ന് പറയാം. മൈ മദർ എന്ത് ചെയ്യുന്നത്? ഉണർന്ന് എഴുന്നേൽക്കുന്നത്. വേക്കപ്പ് ആണോ ഗെറ്റപ്പ് ആണോ യൂസ് ചെയ്യുക? ഗെറ്റപ്പ് അല്ലേ. പക്ഷെ ശ്രദ്ധിക്കണം, മൈ മദർ ഒരാളേ ഉള്ളൂ, അപ്പൊ എസ് ചേർക്കണം. മൈ മദർ ഗെറ്റ്സ് അപ്പ്. എത്ര മണിക്കാ? 5 മണിക്ക്. അറ്റ് 5. ഇത്രയും കിട്ടിയോ നിങ്ങക്ക്? മൈ മദർ ഗെറ്റ്സ് അപ്പ് അറ്റ് 5. എപ്പോഴാ? രാവിലെ 5 മണിക്ക്. അതുകൂടെ ചേർക്കണം. അതിന് നമ്മൾ ഇൻ ദ മോർണിംഗ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ മൈ മദർ ഗെറ്റ്സ് അപ്പ് അറ്റ് 5 ഇൻ ദ മോർണിംഗ്. അപ്പൊ മനസ്സിലായോ സെന്റൻസ് വന്നത് എങ്ങനെയാന്ന്? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. മൈ മദർ ഗെറ്റ്സ് അപ്പ് അറ്റ് 5 ഇൻ ദ മോർണിംഗ്. ഇനി ഇതൊന്ന് നോക്കൂ. ബസ്
9 മണിക്കാണ് എത്തുന്നത്. അതായത് 9 മണിക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ മലയാളത്തില് ബസ് വരുന്നതെന്നും പറയാറുണ്ടെങ്കിലും ഇംഗ്ലീഷില് നമ്മൾ അവിടെ വരുന്നത് എന്നുള്ള അർത്ഥത്തിൽ കം എന്ന് പറഞ്ഞാൽ പോരാ. ഈ എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക എന്നുള്ളതിന് നമ്മൾ അറൈവ് എന്നാണ് പറയുക. എങ്ങനെ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോ? അറൈവ്, വി ഉണ്ട് അവിടെ, അറൈവ്. അപ്പൊ ഇവിടെ എന്ത് പറയും? ദ ബസ്. കാരണം നമ്മൾ ആ ഒരു പ്രത്യേക ബസ്സിനെ കുറിച്ചല്ലേ പറയുന്നേ, അതുകൊണ്ട് ദ ബസ്. ബസ് ഒന്നേ ഉള്ളൂ, അപ്പൊ എന്ത് പറയും? ബസ് എത്തുന്നത് എന്നല്ലേ? ദ ബസ് അറൈവ്സ് എത്ര മണിക്കാ? 9 മണിക്ക്. അറ്റ് 9. ദ ബസ് arrives at 9. അത്രേ ഉള്ളൂ, സെന്റൻസ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതുവരെയുള്ള സെന്റൻസസിൽ നമ്മൾ ചില വാക്കുകൾ കണ്ടിരുന്നു അല്ലെ? ബൈ കണ്ടു, എറ്റ് കണ്ടു, ഓൺ കണ്ടു. എപ്പോഴൊക്കെയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ കാറിന് അല്ലെങ്കിൽ ബസ്സിന് അങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ ബൈ ഉപയോഗിക്കണം. ബൈ കാർ അല്ലെങ്കിൽ ബൈ ബസ് എന്ന് പറയും. നടന്നാണ് വരുന്നതെങ്കിൽ നടന്ന് എന്നർത്ഥം കിട്ടാൻ ഓൺ ഫുട്ട് എന്ന് പറയും അല്ലെ? അവിടെ ബൈ അല്ല, ഓൺ ഫുട്ട്. ഇനി ഇത്ര മണിക്ക്, ഇപ്പൊ 2 മണിക്ക് എന്ന് പറയണമെങ്കിൽ എറ്റ് 2 എന്ന് പറയും. മനസ്സിലായോ? എറ്റ് 2 o'clock എന്ന്. അവിടെ എറ്റ് ആണ് പറയുക. ഇനി രാവിലെ എന്ന് പറയണമെങ്കിൽ ഇൻ ദ മോർണിംഗ്. മനസ്സിലായല്ലോ? അവിടെ അറ്റ് അല്ല, ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദി ഈവനിങ് അങ്ങനെ പറയണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഒരു കാര്യം നമ്മൾ ഇത്ര മണിക്ക് ചെയ്യാറുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ എറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. കാരണം കൃത്യം സമയം പറയാണ്, അതിന് എറ്റ് തന്നെ വന്നേ പറ്റുള്ളൂ. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ലേ? ഞങ്ങളിത് എപ്പോഴും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, അപൂർവമായി ചെയ്യാറുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ അതിൻ്റെതായ ചില വാക്കുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യണം, അതിൻ്റെതായ പാറ്റേൺസ് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണം. അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു സെന്റൻസ് പറയാം, നോക്കൂ. അവള് എന്നും മേക്കപ്പ് ധരിക്കാറുണ്ട്. ഞാനൊരു പെൺകുട്ടിയെ കുറിച്ച് പറയാട്ടോ. ഇവിടെ ഞാൻ മേക്കപ്പ് ധരിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്, പക്ഷെ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുക മേക്കപ്പ് ഇടാറുണ്ടെന്നായിരിക്കും. ഇവിടെ ഞാൻ കുറച്ച് ഫോർമലായിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ധരിക്കാറുണ്ടെന്ന്. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഇവിടെ നമ്മൾ അവളെ കുറിച്ചാ പറയുന്നത് അല്ലേ? ഞാൻ എന്താ പറഞ്ഞേ? അവൾ ധരിക്കാറുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ അണിയുക, ധരിക്കുക, ഇടുക എന്നൊക്കെ ഒരു അർത്ഥം കിട്ടാൻ നമ്മൾ ഇംഗ്ലീഷില് വെയർ എന്ന് പറയും. വെയർ എന്ത് പറയും? ഷീ. അവളെ കുറിച്ചല്ലേ പറയുന്നേ? അവൾ ധരിക്കാറുണ്ട്. ഷീ ഒരാളായതുകൊണ്ട് ഷീ വെയേഴ്സ് എന്ത്? മേക്കപ്പ്. ഷീ വെയേഴ്സ് മേക്കപ്പ് എന്നും, എവ്രി ഡേ അതുകൂടെ വരും. ഷീ വെയേഴ്സ് മേക്കപ്പ് എവ്രി ഡേ. ഇത്രയും കണ്ടല്ലോ. പക്ഷെ ഇവിടെ ഞാൻ ഇനി ഒരു മാറ്റം വരുത്താൻ പോവാ. അവൾ എന്നും മുമ്പ് പറഞ്ഞില്ലേ, അതിന് പകരം അവൾ എപ്പോഴും മേക്കപ്പ് ധരിക്കാറുണ്ടെന്നാണ് ഞാൻ ഈ പറയുന്നത്. എപ്പോഴും. എന്നും എന്ന് പറയുന്നതും എപ്പോഴും എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് അല്ലെ? എന്നും എന്ന് വെച്ചാൽ എവ്രി ഡേ. എപ്പോഴും എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഓൾവേസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ മലയാളത്തിൽ പറഞ്ഞേ? അവൾ എന്നും ധരിക്കാറുണ്ട് എന്ത്? മേക്കപ്പ്. ഇതേപോലെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഷീ ഓൾവേസ് ധരിക്കുക, വെയേഴ്സ് എന്ത്? മേക്കപ്പ്. ഷീ ഓൾവേസ് വെയേഴ്സ് മേക്കപ്പ്. വന്ന വഴി കണ്ടോ? അവൾ എന്നും, അതുപോലെ ഇംഗ്ലീഷിലും ഷീ ഓൾവേസ് വെയേഴ്സ് മേക്കപ്പ്. അപ്പൊ അതെങ്ങനെയാണ് വന്ന ഓർഡർ എന്ന് നിങ്ങൾ നോക്കൂ. ആദ്യം അവൾ, ഷീ, അത് കഴിഞ്ഞ് എപ്പോഴും എന്നുള്ള വാക്ക് വന്നു, ഓൾവേസ്. അത് കഴിഞ്ഞ് അവൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ധരിക്കുക, വെയേഴ്സ്, അത് വന്നു. അത് കഴിഞ്ഞാണ് എന്താണ് വെയർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞത്, മേക്കപ്പ്. അത് മനസ്സിലായല്ലോ? ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. അവൾ സാധാരണ മേക്കപ്പ് ധരിക്കാറുണ്ട്. ഇവിടെ കുറച്ചുകൂടെ കുറവുണ്ട് ആ ഒരു ഫ്രീക്വൻസി, ചെയ്യുന്ന ഒരു തോത്. മറ്റത് ഞാൻ പറഞ്ഞത് അവൾ എപ്പോഴും എന്നാണ്. ഇപ്പൊ എപ്പോഴും ഇല്ല, സാധാരണ, മിക്കവാറും അങ്ങനെയാണ്, പതിവായി എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇതിന് നമ്മൾ ഇംഗ്ലീഷില് യൂഷ്വലി എന്ന് പറയും. അപ്പൊ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇതേ ഓർഡറിൽ. അവൾ സാധാരണ മേക്കപ്പ് ധരിക്കാറുണ്ട്. അവൾ സാധാരണ ധരിക്കാറുണ്ട് എന്ന് ആദ്യം ഇംഗ്ലീഷിൽ പറയണം. ഷീ യൂഷ്വലി വെയേഴ്സ് എന്ത്? ആദ്യം പറഞ്ഞത് തന്നെ, മേക്കപ്പ്. ഷീ യൂഷ്വലി വെയേഴ്സ് മേക്കപ്പ്. മനസ്സിലായോ? അപ്പൊ മുൻപ് പറഞ്ഞു ഷീ ഓൾവേസ് വെയേഴ്സ് മേക്കപ്പ്. ഇവിടെ ഷീ യൂഷ്വലി വെയേഴ്സ് മേക്കപ്പ്.
പിന്നെ ഇവിടെ യൂഷ്വലി എന്ന് പറഞ്ഞില്ലേ, അത് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. യൂഷ്വലി എന്നല്ല പറയുന്നത്, ആ അങ്ങനൊരു ശബ്ദം വരുന്നുണ്ട്. ഇപ്പൊ എസും ഈ സെഡും തമ്മിലൊരു വ്യത്യാസം ഇല്ലേ? എസ് എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ ആ സെഡിൽ ആ ഒരു എന്നുള്ളൊരു ശബ്ദം വരുന്നില്ലേ? അതേ വ്യത്യാസമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഷൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഷൈൻ നമ്മുടെ മലയാളത്തിലെ ഷ തന്നെയാണ്. പക്ഷെ ഇവിടെ യൂഷ്വലി എന്നുള്ളതിന് യൂഷ്വലി എന്നല്ല യൂഷ്വലി എന്നാണ് പറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഇവിടെ പറഞ്ഞത് ഷീ യൂഷ്വലി വെയേഴ്സ് മേക്കപ്പ്. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ ആ ഒരു തോത് കുറച്ചുകൂടെ കുറഞ്ഞു. ഞാൻ പറയുന്നത് അവള് പലപ്പോഴും മേക്കപ്പ് ധരിക്കാറുണ്ടെന്നാണ്. അപ്പൊ മുൻപ് എപ്പോഴും ഓൾവേസ്, അത് കഴിഞ്ഞ് മിക്കവാറും അല്ലെങ്കിൽ പതിവായി സാധാരണ. അവിടെ യൂഷ്വലി ഇവിടെ കുറച്ചുകൂടെ കുറഞ്ഞു. പലപ്പോഴും നായി എന്താ പറയാ അതിന്? ഓഫൺ എന്നാണ് പറയുക. ഓഫൺ. പിന്നെ ഈ വാക്ക് ഓഫൺ എന്ന് പറയാം, കൂടുതലും അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. ഓഫ്റ്റൻ എന്നും പറയാം. അതായത് ആ ടി സൈലന്റ് ആയി ഉച്ചരിക്കാത്തത് പോലെയും പറയാം, ഉച്ചരിക്കുകയും ചെയ്യാം. ഉച്ചരിക്കുന്നില്ലെങ്കിൽ ഓഫൺ എന്ന് പറയും, ടി ഇല്ലാത്തതുപോലെ. ഇവിടെ എന്ത് പറയും? അവൾ പലപ്പോഴും എന്നല്ലേ പറയുന്നത്. ഷീ ഓഫ്റ്റൻ വെയേഴ്സ് മേക്കപ്പ്. മനസ്സിലായോ? ഷീ ഓഫ്റ്റൻ വെയേഴ്സ് മേക്കപ്പ് അല്ലെങ്കിൽ ഷീ ഓഫൺ വെയേഴ്സ് മേക്കപ്പ്. ഇനി ഇത് കണ്ടോ, അവൾ ചിലപ്പോഴൊക്കെ മേക്കപ്പ് ധരിക്കാറുണ്ട്. ഈ ചിലപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 50-50 ചാൻസ് ആണ് ഇവിടെ, അല്ലെ? അപ്പൊ ഇതിന് നമ്മൾ ഈ ചിലപ്പോൾ എന്നുള്ളതിന് പറയുന്നത് ഇംഗ്ലീഷില് സംടൈംസ് എന്നാണ്. സംടൈംസ്. അപ്പൊ ഇവിടെ ചിലപ്പോ ധരിക്കാം, ചിലപ്പോ ധരിക്കാതിരിക്കാം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതാണ് ഞാൻ 50-50 എന്ന് പറഞ്ഞത്. ഇവിടെ എന്ത് പറയും? ഷീ സംടൈംസ് വെയേഴ്സ് മേക്കപ്പ്. അവൾ ചിലപ്പോഴൊക്കെ മേക്കപ്പ് ധരിക്കാറുണ്ട്. ഷീ സംടൈംസ് വെയേഴ്സ് മേക്കപ്പ്. ഇനി അടുത്തതില് ഈ മേക്കപ്പ് ഇടാനുള്ള സാധ്യത കുറച്ചുകൂടെ കുറഞ്ഞു. ഞാനിവിടെ പറയുന്നത് അവള് അപൂർവമായേ മേക്കപ്പ് ധരിക്കാറുള്ളൂ എന്നാണ്. അപൂർവം എന്നുവെച്ചാൽ ഒട്ടുമില്ല എന്നല്ല, പക്ഷെ സംടൈംസ് എന്ന് പറഞ്ഞില്ലേ മുൻപ്, അതിനേക്കാളും കുറഞ്ഞു. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് റേർലി എന്നാണ്. ഈ വാക്ക് എഴുതിയിരിക്കുന്നത് കണ്ടോ? RARELY ഇത്രയുണ്ട്. പക്ഷെ അവിടെ റേർലി എന്ന് പറയണ്ട. ആ രണ്ടാമത്തെ ആറില്ലേ, അത് നമ്മൾ ഉച്ചരിക്കണ്ട. റേലി എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? റേലി. അതൊരു 5 പ്രാവശ്യം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ നാവിനത് വഴങ്ങും. റേലി. എന്ത് പറയും? ഷീ റേലി വെയേഴ്സ് മേക്കപ്പ് എന്ന് വെച്ചാല് വല്ലപ്പോഴുമേ, അപൂർവമായിട്ടേ മേക്കപ്പ് ഇടാറുള്ളൂ എന്ന്. ഷീ റിയലി വെയേഴ്സ് മേക്കപ്പ്. ഇനി അടുത്തതില് ഒരു നെഗറ്റീവ് മീനിങ് ആണ് ഞാൻ പറയുന്നത്. അവള് ഒരിക്കലും മേക്കപ്പ് ധരിക്കാറില്ല, മേക്കപ്പ് ഇടാറേ ഇല്ല എന്നാണ്. ആ ഒരിക്കലും ചെയ്യാറില്ല എന്നല്ലേ പറയുന്നത്. ആ ഒരിക്കലും എന്നുള്ള ഒരു നെഗറ്റീവ് മീനിങ് കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് നെവർ ആണ്. നെവർ. വി ഉണ്ട് കേട്ടോ. നെവർ. എന്ത് പറയും? ഷീ നെവർ വെയേഴ്സ് മേക്കപ്പ്. ആ വെയേഴ്സ് എസ് വരാൻ മറക്കരുത് കേട്ടോ. ഷീ ആയതുകൊണ്ടാണ് അതെ. ഷീ നെവർ വെയേഴ്സ് മേക്കപ്പ്. അപ്പൊ ഇവിടെ എല്ലാം ഈ വാക്കുകൾ ഉണ്ടല്ലോ, ഓൾവേസ്, സംടൈംസ്, റെയർലി, നെവർ, ഇതെല്ലാം ഇവിടെ വന്നതെന്ന് കണ്ടോ? സബ്ജക്റ്റിലെ ആ ഷീനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നേ. അത് കഴിഞ്ഞിട്ട് ഷീ ഓൾവേസ് വെയേഴ്സ് അല്ലെങ്കിൽ ഷീ നെവർ വെയേഴ്സ്, ഷീ സംടൈംസ് വെയേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഷീ കഴിഞ്ഞിട്ട് ആ വാക്ക് വരണം. അത് കഴിഞ്ഞിട്ട് ആ പ്രവൃത്തി, ആ വെയർ എന്നുള്ള വാക്ക്, വെയേഴ്സ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളത്, മേക്കപ്പ്. അപ്പൊ മനസ്സിലായല്ലോ. ഇത് നമ്മൾ ഇനി കൂടുതൽ എക്സാമ്പിൾസ് വെച്ച് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ പറയാൻ നോക്കണം കേട്ടോ. ഇത് കണ്ടോ, അയാള് ഒരിക്കലും ചായ കുടിക്കാറില്ല. എങ്ങനെ പറയും? ഒരിക്കലും കുടിക്കാറില്ല എന്ന് പറഞ്ഞില്ലേ, നെവർ അല്ലേ വരേണ്ടത്. അയാളെ കുറിച്ചാ പറയുന്നത്. അപ്പൊ ഹീ നെവർ, കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്ക് എന്നല്ലേ പറയുന്നേ. അപ്പൊ എന്ത് പറയും? ഹി നെവർ ഡ്രിങ്ക്സ്. ഹി ആണ് കേട്ടോ, ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് എസ് ചേർക്കാൻ മറക്കരുത് വേർബിന്റെ കൂടെ. ഹി നെവർ ഡ്രിങ്ക്സ് ടീ. ഹി നെവർ ഡ്രിങ്ക്സ് ടീ. ഇത് കണ്ടോ, എന്റെ അമ്മ അപൂർവമായേ പുറത്ത് പോകാറുള്ളൂ. ഇതാണ് കേട്ടോ പറയേണ്ടത്. അപ്പൊ അപൂർവം എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? വല്ലപ്പോഴും, വിരളമായി. ആ അർത്ഥത്തിൽ എന്ത് പറയും? റേലി എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ തുടങ്ങും? ഇവിടെ എന്റെ അമ്മ എന്ന് തന്നെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈസി അല്ലേ. ഇംഗ്ലീഷിൽ എന്ത് പറയും? മൈ മദർ. ഇനി പറയേണ്ടത് എന്താണ്? അപൂർവമായേ. മൈ മദർ റേലി
പുറത്ത് പോകാറുള്ളൂ എന്ന്. പുറത്ത് പോവുക എന്നുള്ളതിന് ഗോ ഔട്ട് എന്നാണ് പറയേണ്ടത്. ഇവിടെ മൈ മദർ ഒരാളായതുകൊണ്ട് ഗോസ് വരണം അല്ലെ. മൈ മദർ റേലി ഗോസ് ഔട്ട്. മൈ മദർ റേലി ഗോസ് ഔട്ട്. മനസ്സിലായോ? ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. സെന്റൻസ് കണ്ടോ? ലീന പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. ഇതാ പറയേണ്ടത്. ഇവിടെ പലപ്പോഴും എന്നല്ലേ പറഞ്ഞത്. പലപ്പോഴും എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ഓഫൺ എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ ഓഫ്റ്റൻ. ഇനി മറ്റുള്ളവരെ എന്നൊരു വാക്കുണ്ട്, അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആ വാക്ക്. മറ്റുള്ളവരെ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? മറ്റുള്ളവർ എന്നുള്ളതിന് എന്ത് പറയും? അതേഴ്സ് എന്ന് പറയും. അതേഴ്സ്. ഇവിടെ എന്താ പറയാ? ലീനയെ കുറിച്ചല്ലേ പറഞ്ഞു തുടങ്ങേണ്ടത്. ലീന പലപ്പോഴും, ഓഫൺ എന്ന് പറയണം. ലീന ഓഫൺ എന്താ ചെയ്യുന്നേ? സഹായിക്കുക. അതിന് ഹെൽപ്പ് അല്ലേ, അവിടെ എസ് ചേർക്കണം. ലീന ഒരാളേ ഉള്ളൂ. ലീന ഓഫൺ ഹെൽപ്സ് ആരെ? മറ്റുള്ളവരെ, അതേഴ്സ്. മനസ്സിലായോ? എന്താ കിട്ടിയത് നിങ്ങൾക്ക്? ഇതാണോ നിങ്ങൾക്ക് കിട്ടിയത്? ലീന ഓഫൺ ഹെൽപ്സ് അതേഴ്സ്. ഇനി മലയാളത്തിൽ അടുത്ത സെന്റൻസ് നോക്കൂ. ഞാൻ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാറില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒഴിവാക്കാറില്ല എന്ന്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കുക, അതായത് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതിന് നമ്മൾ സ്കിപ്പ് എന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ എന്ത് പറയും? ഞാൻ ഒരിക്കലും അത് ചെയ്യാറില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോ ഐ നെവർ എന്ത് ചെയ്യാറില്ല എന്ന്? സ്കിപ്പ് ചെയ്യാറില്ല എന്ന്. ഐ നെവർ സ്കിപ്പ്. എന്ത് സ്കിപ്പ് ചെയ്യാറില്ല എന്ന്? ബ്രേക്ക്ഫാസ്റ്റ്. ഐ നെവർ സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് സെന്റൻസ്. ഇത് കണ്ടോ? അവരെപ്പോഴും ജോലിക്ക് സമയത്ത് വരാറുണ്ട്. ഇതാണ് സെന്റൻസ്. അപ്പൊ നമ്മളിവിടെ അവരെ കുറിച്ചല്ലേ പറയുന്നത്. ഇംഗ്ലീഷില് ദേ എന്ന് പറഞ്ഞ് തുടങ്ങണം അല്ലെ. മലയാളത്തിൽ എന്താ പറഞ്ഞേ? അവര് എപ്പോഴും വരാറുണ്ട്. ദേ ഓൾവേസ് കം. എവിടെ വരാറുണ്ട്, അല്ലെങ്കിൽ എന്തിനു വരാറുണ്ട്? ജോലിക്ക്. ദേ ഓൾവേസ് കം ടു വർക്ക്. എങ്ങനെ വരാറുണ്ടെന്നാ പറഞ്ഞേ? സമയത്ത്. ഒരു കാര്യം സമയത്ത് ചെയ്യുക, വരിക, സമയത്ത് എന്നുള്ളതിന് ഓൺ ടൈം എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ എന്ത് പറയും? ദേ ഓൾവേസ് കം ടു വർക്ക് ഓൺ ടൈം. സമയത്ത് വരാറുണ്ട്, ഓൺ ടൈം. അപ്പൊ ഇങ്ങനെ പറയണമെങ്കിലോ? അവര് സാധാരണ 10 മണിക്ക് വരാറുണ്ട്. അപ്പൊ അവര് തന്നെയാണ്. ദേ സാധാരണ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? പതിവായി എന്നുള്ളതിന് യൂഷ്വലി എന്ന് പറയാം അല്ലെ. ദേ യൂഷ്വലി കം. അവര് സാധാരണ വരാറുണ്ട്. ദേ യൂഷ്വലി കം. എത്ര മണിക്കാ? കൃത്യം സമയം 10 മണിക്ക്. അറ്റ് 10. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അത്? അറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന്. ദേ യൂഷ്വലി കം അറ്റ് 10. ഇനി ഇത് നോക്കിയേ. അവര് ചിലപ്പോൾ വൈകി വരാറുണ്ട്. അപ്പൊ അവര് ചിലപ്പോൾ വരാറുണ്ട്. എങ്ങനെ? വൈകി. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇംഗ്ലീഷിൽ പറയേണ്ടത്. അവര് ചിലപ്പോൾ വരാറുണ്ട്. ചിലപ്പോൾ എന്നുള്ളതിന് സംടൈംസ് എന്നല്ലേ പറയാ. അപ്പൊ എന്ത് പറയും? ദേ സംടൈംസ് കം. എങ്ങനെ? വൈകി. അതിന് ലേറ്റ് എന്ന് പറഞ്ഞാൽ മതി. ദേ സംടൈംസ് കം ലേറ്റ്. അതാണ് സെന്റൻസ്. മനസ്സിലായോ? ദേ സംടൈംസ് കം ലേറ്റ്. അപ്പൊ കുറച്ചു മുൻപ് ഒരു കാര്യം ചെയ്യുന്നതിന്റെ ആ ഒരു തോതിനെ കുറിച്ച് പറയാൻ, അതായത് എത്ര നാൾ കൂടുമ്പോ, എത്ര നേരം കൂടുമ്പോ ചെയ്യുന്നുള്ളതിനെ കുറിച്ച് പറയാൻ നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചില്ലേ? ഓൾവേസ്, യൂഷ്വലി, സംടൈംസ്, അങ്ങനെയൊക്കെ. അത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരിക്കൽ കൂടെ ഒരുമിച്ചൊന്ന് കാണിക്കാം. നിങ്ങൾ നോക്കൂ. എനിക്ക് പറയണം, ഞാൻ നേരത്തെ ഉറങ്ങാറുണ്ട്. എന്ത് പറയും? ഞാൻ ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്പ്. നേരത്തെ എന്നുള്ളതിന് ഏർലി എന്ന് പറയും അല്ലെ. വൈകി, ലേറ്റ് എന്ന് പറയുന്നത് പോലെ നേരത്തെ എന്നുള്ളതിന് ഏർലി എന്ന് പറയാം. അപ്പൊ ഐ സ്ലീപ്പ് ഏർലി എന്ന് പറയാം. ഇനി അടുത്ത് നോക്കൂ. ഞാൻ എപ്പോഴും നേരത്തെ ഉറങ്ങാറുണ്ട്. അവിടെ എന്ത് പറയും? ഐ ഓൾവേസ് സ്ലീപ്പ് ഏർലി. ഓൾവേസ് അല്ലേ ഇവിടെ വരേണ്ടത്, എപ്പോഴും. ഐ ഓൾവേസ് സ്ലീപ്പ് ഏർലി. ഇനി ഞാൻ സാധാരണ നേരത്തെ ഉറങ്ങാറുണ്ട്. അതായത് പതിവായി ഇങ്ങനെയാണെന്ന്. അപ്പൊ ഐ യൂഷ്വലി സ്ലീപ്പ് ഏർലി. മനസ്സിലായല്ലോ? സാധാരണ ഒരു കാര്യം ചെയ്യും എന്ന് പറയാൻ യൂഷ്വലി പറയാം. ഐ യൂഷ്വലി സ്ലീപ്പ് ഏർലി. ഇനി അടുത്തത്, ഞാൻ പലപ്പോഴും നേരത്തെ ഉറങ്ങാറുണ്ട്. പലപ്പോഴും എന്ന് പറയാൻ ഓഫൺ എന്ന് പറയും അല്ലെ. അപ്പോ ഐ ഓഫൺ സ്ലീപ്പ് ഏർലി എന്ന് പറയാം. ഞാൻ ചിലപ്പോഴൊക്കെ നേരത്തെ ഉറങ്ങാറുണ്ട്. അതിന് സംടൈംസ് എന്നാണ് പറയുക. ഐ സംടൈംസ് സ്ലീപ്പ് ഏർലി. അടുത്തത്, ഞാൻ അപൂർവമായി, വല്ലപ്പോഴും നേരത്തെ ഉറങ്ങാറുണ്ട്. എന്ത് പറയും? ഐ റേലി സ്ലീപ്പ് ഏർലി. അപൂർവമായി, വിരളമായി. ഐ റേലി സ്ലീപ്പ് ഏർലി.
അടുത്തത്, ഞാൻ ഒരിക്കലും നേരത്തെ ഉറങ്ങാറില്ല. ഐ നെവർ സ്ലീപ് ഏർലി. ഇപ്പൊ ആ വാക്കുകളെല്ലാം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇന്ന് നമ്മൾ കുറച്ച് പുതിയ വേർബ്സ് പഠിച്ചിരുന്നു, പ്രവൃത്തികളെ കാണിക്കുന്ന വാക്കുകൾ. ഏതാന്ന് ഓർമ്മയുണ്ടോ? ഇതാ നോക്കൂ. ഉണരുക, വേക്കപ്പ്, ഓർമ്മയുണ്ടല്ലോ. ഉണർന്ന് എഴുന്നേൽക്കുക, ഗെറ്റ് അപ്പ്. എത്തിച്ചേരുക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും എത്തുക, അറൈവ്. ധരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അണിയുക, ഇടുക എന്നൊക്കെ പറയില്ലേ, അതിന് വെയർ. പിന്നെ ഒഴിവാക്കുക, അതിനെന്താ നമ്മൾ പറഞ്ഞേ? സ്കിപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അവിടെ സ്കിപ്പ്. ഈ കോഴ്സിന്റെ ആദ്യത്തെ ലെസൺ തുടങ്ങി ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഓരോ ക്ലാസ്സിലും പുതിയ പുതിയ വാക്കുകൾ പഠിക്കുന്നുണ്ട്, പുതിയ പാറ്റേൺസ് പഠിക്കുന്നുണ്ട്, അല്ലെ? ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കും മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഹോംവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തരുത് കേട്ടോ. നിങ്ങൾ ഇതെല്ലാം എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നിങ്ങളുടെ റിസൾട്ട് ഇരിക്കുന്നത്. നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്ന സെന്റൻസസ് ഉണ്ടല്ലോ മലയാളത്തില്, ഇത് തന്നെ നിങ്ങൾ വീണ്ടും നോക്കി ഒറ്റയ്ക്ക് തന്നെ അത് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ. ആദ്യം അതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഇതേപോലെയുള്ള മലയാളം സെന്റൻസസ് നിങ്ങൾ തന്നെ സങ്കല്പിച്ച് നോക്കുക, ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പൊ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ എവിടെയെല്ലാം നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പൊ അതിനുള്ളൊരു വഴിയാണ് ഈ ഹോംവർക്ക് ആയിട്ട് ഞാൻ എപ്പോഴും തരുന്നത്. പക്ഷെ അത് 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതുപോലും നിങ്ങളത് ചെയ്യാതിരിക്കരുത്. നിങ്ങളിങ്ങനെ അയക്കുന്ന ആൻസേഴ്സ് എങ്ങനെയായാലും ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കും. ഇനി എങ്ങാനും ഞാനത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നിങ്ങളത് ശ്രദ്ധിക്കുകയേ വേണ്ട. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു, അവിടെ നിങ്ങളത് പഠിച്ചത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെ വെച്ചിട്ടാണ് ഞാനിവിടെ 2 ക്വസ്റ്റ്യൻസ് തരുന്നത്. ആദ്യത്തെ ചോദ്യം കണ്ടോ, അയാൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. ഞാനിവിടെ അയാളെ കുറിച്ചാണ് പറയുന്നത്. ഒരാള്, അയാൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. മറ്റുള്ളവർ എന്നുള്ളത് എന്താ പറയാന്ന് നമ്മളിന്ന് കണ്ടിരുന്നു. ഇതേപോലെ അടുത്തത് നോക്കൂ, അയാൾ ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കാറില്ല. മനസ്സിലായല്ലോ? അയാൾ ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കാറില്ല. ഈ 2 സെന്റൻസസും നിങ്ങൾ ഇംഗ്ലീഷിലാക്കിയിട്ട് കമന്റ് സെക്ഷനിലേക്ക് പോസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിപ്പോ ലെസൺ 7 ആണ്. നമ്മൾ 7 ലെസൺസ് ആയി ഇതുവരെ, അല്ലെ? ഇടയ്ക്കെല്ലാം നമ്മൾ ആദ്യം കണ്ട കാര്യങ്ങളും വീണ്ടും നോക്കി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് നോക്കി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പൊ അധികം വൈകാതെ നമുക്ക് അടുത്ത ലെസണുമായിട്ട് കാണാം, ലെസൺ 8 അതുവരെ ബൈ.